സ്വർണം നിറച്ച പെട്ടിയുടെ താക്കോൽ കൊള്ളത്തലവനെ ഏൽപ്പിക്കുന്നത് പോലെയാണ് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ ഭീകര പ്രവർത്തനത്തിനെതിരായ സംവിധാനത്തിന്റെ അതൊരു സമിതിയാണ് അതിന്റെ തലപ്പത്തേക്ക് പാകിസ്ഥാനെ നിയോഗിക്കുന്നത്. രാഷ്ട്രാന്തരീയ സാമ്പത്തിക സഹായ സമിതികളിൽ നിന്നുള്ള സഹായം പാകിസ്ഥാനിലേക്ക് വൻതോതിൽ ഒഴുകുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷം അവസാനിപ്പിച്ചത് തന്റെ ഇടപെടൽ മൂലമാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിൽ നിന്ന് അദ്ദേഹം ഒട്ടും പിന്മാറിയിട്ടുമില്ല. ഇന്ത്യയുടെ രാഷ്ട്രാന്തരീയ നയരംഗം ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ ഇതാണ്. ഭീകര സംഘടനകൾക്ക് വെള്ളവും വളവും നൽകി അവരെ വളർത്തിയെടുക്കുന്ന തെമ്മാടി രാജ്യമാണ് പാകിസ്ഥാൻ. അത് ലോകത്തിന് മുഴുവൻ അറിയാവുന്ന വസ്തുതയാണ്. 1979 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ യുദ്ധകാലത്താണ് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ സംഘടനയായ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ഈ ഏർപ്പാട് തുടങ്ങി വച്ചത്. 1989 ശേഷം 30ഓളം ഭീകര സംഘടനകൾ പാകിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അവരുടെ പേരുകൾ സഹിതം സൗത്ത് ഏഷ്യ ടെററിസം പോർട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ലഷ്കർ എ തൊയ്ബ, ജെയ്ഷെ ഇ മുഹമ്മദ് ഇതൊക്കെ ഇതിൽപ്പെടുന്നവയാണ്. ഏപ്രിൽ 22 പഹൽഗാമിൽ 26 പേരെ വധിച്ച റെസിസ്റ്റൻസ് ഫ്രണ്ട് ലഷ്കർ എ തൊയ്ബയുടെ ഒരു ഉപസംഘടനയാണ്. കുപ്രസിദ്ധ രാഷ്ട്രാന്തരീയ ഭീകരനായിരുന്ന ബിൻ ലാദനെ അമേരിക്ക വധിച്ചത് പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വെച്ചായിരുന്നു. അയാൾക്ക് ഒളിത്താവളവും സംരക്ഷണവും നൽകിയത് പാകിസ്ഥാൻ ഗവൺമെന്റുമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ നിരവധി കേസുകളുള്ള കുപ്രസിദ്ധ പിടികിട്ടാപ്പുള്ളി ദാവൂദ് ഇബ്രാഹിം സസുഖം വാഴുന്നത് പാകിസ്ഥാനിലെ കറാച്ചിയിൽ പാകിസ്ഥാൻ നേതൃത്വത്തിന്റെ മൂക്കിന് താഴെയാണ്. ഭീകര പ്രവർത്തനത്തെ അത്തരം സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പാകിസ്ഥാനുള്ള പങ്ക് ലോകത്തിന് വളരെ വ്യക്തമായിട്ടറിയാം. എങ്കിൽ പോലും പാകിസ്ഥാൻ രാഷ്ട്രാന്തരീയ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട പദവികളിൽ കയറി ഇരിക്കുന്നു. UN രക്ഷാസമിതിയിൽ 2 വർഷത്തെ താൽക്കാലിക അംഗത്വം നേടിയ പാകിസ്ഥാൻ ഇപ്പോൾ രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ സമിതിയുടെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. താലിബാനെതിരായുള്ള ഉപരോധം സംബന്ധിച്ച സമിതിയുടെ അധ്യക്ഷനും ഇപ്പോൾ പാകിസ്ഥാനാണ്. ഇതൊക്കെ രാഷ്ട്രാന്തരീയ രംഗത്ത് ഭീകര പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കാനുള്ള അതിനുവേണ്ടി ഏർപ്പാടാക്കിയിട്ടുള്ള സംവിധാനങ്ങളാണ്. അതിന്റെ നേതൃസ്ഥാനത്താണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇരിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണിത്! ഭീകരർക്ക് സമ്പത്തും സംരക്ഷണവും നൽകി അവരെ പോറ്റി വളർത്തുന്ന രാജ്യം ഭീകര പ്രവർത്തനങ്ങൾക്കെതിരായ സംവിധാനത്തിന്റെ തലപ്പത്ത് ഇരിക്കുന്നു. പഹൽഗാമിൽ പാകിസ്ഥാന്റെ സഹായത്തോടെ ഭീകരന്മാർ നടത്തിയ കൂട്ടക്കൊല, അതിനുശേഷം ഇന്ത്യ നടത്തിയ സൈനിക നടപടി, അതിൽ ഇന്ത്യ നേടിയ കൃത്യമായ മേധാവിത്വം, ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഭീകര പ്രവർത്തന വിരുദ്ധ സമിതികളുടെ തലപ്പത്തേക്ക് എത്തുന്നത് എന്നത് വിരോധാഭാസമല്ലേ? ഈ സമിതികള് വെറും പേരിനുള്ള ചില സംവിധാനം മാത്രമാണെന്നാണ് നമ്മുടെ ശശി തരൂർ അവകാശപ്പെടുന്നത്. പ്രായോഗിക പ്രസക്തിയോ നിർണായകമായ എന്തെങ്കിലും പ്രാധാന്യമോ സ്വാധീനമോ അധികാരമോ ഇല്ലാത്ത വെറും സമിതികളാണ്. ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറലായിരുന്ന ശശി തരൂർ ഇത് പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കുമല്ലോ. അതായിരിക്കാം ഒരുപക്ഷെ ആ പ്രസ്താവനയുടെ ലക്ഷ്യം അല്ലെങ്കിൽ പിന്നിലെ ഉന്നം. ഇവയ്ക്ക് സ്വാധീനവും അധികാരവും പ്രസക്തിയുമില്ലെങ്കിൽ പിന്നെന്തിനാണ് ഐക്യരാഷ്ട്രസഭ അവ രൂപവൽക്കരിച്ച് അതിന്റെ പ്രവർത്തനത്തിന് കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്നത്? BJP സർക്കാരിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായ ശശി തരൂറിന് ഗവൺമെന്റിനെ വെള്ളപൂശുന്നതിന് താല്പര്യമുണ്ടാവും. പക്ഷെ അതിനുവേണ്ടി ഐക്യരാഷ്ട്ര സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഈ സമിതികളുടെ പ്രാധാന്യവും പ്രസക്തിയും ഇടിച്ചു കാട്ടേണ്ട കാര്യമുണ്ടോ? ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പരാജയമാണ് കാണിക്കുന്നതെന്ന കോൺഗ്രസിന്റെ വിമർശനത്തിന് മറുപടി പറയുമ്പോഴാണ് കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗവും ഒരു പ്രധാന നേതാവും പ്രവർത്തക സമിതി അംഗവുമായ ശശി തരൂർ ഈ വാദം ഉന്നയിച്ചത് എന്നതാണ് ഏറ്റവും രസകരം. എന്തായാലും മോഡി സർക്കാരിനെ ന്യായീകരിക്കാനും വെള്ളപൂശാനുള്ള അദ്ദേഹത്തിന്റെ ജാഗ്രത അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. ഇതോടൊപ്പമാണ് അന്താരാഷ്ട്ര സാമ്പത്തിക ഏജൻസികളിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള സഹായം പ്രവഹിക്കുന്നത്. അടുത്ത 10 വർഷത്തേക്ക് ലോകബാങ്ക് 20 ബില്യൺ അമേരിക്കൻ ഡോളറാണ് പാകിസ്ഥാന് അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF 8.5 ബില്യൺ ഡോളർ പാകിസ്ഥാന് നൽകുന്നു.
വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ നൽകുന്നതെങ്കിലും ഇതിന്റെ ഒരു നല്ല ശതമാനവും ഭീകര പ്രവർത്തകരെ അല്ലെങ്കിൽ അവരുടെ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ചെലവഴിക്കപ്പെടുന്നതെന്ന് ലോകത്തിനറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും ലോക സാമ്പത്തിക സംഘടനകള് പാകിസ്ഥാനെ ഇത്തരത്തിൽ വഴിവിട്ട് സഹായിക്കുന്നു. ഇതൊക്കെ ഇന്ത്യൻ വിദേശ നയത്തിന്റെ പരാജയത്തിന്റെ തെളിവുകളാണെന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹികളായിട്ട് അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനമായിട്ട് വിശേഷിപ്പിക്കരുത്. അങ്ങനെ പറയുന്നവരെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അല്ലെങ്കിൽ അവർക്കുണ്ടെന്ന് പറയുന്ന രാഷ്ട്രീയ ചായ്വിന്റെ അടിസ്ഥാനത്തിൽ പരിഹസിക്കരുത്, ബോഡി ഷേമിംഗ് നടത്തി ആക്ഷേപിക്കരുത്. ഇത് പറയാതെ വയ്യ. ഇന്ത്യ ലോകശക്തിയായി വളർന്നു എന്നാണ് അവകാശപ്പെടുന്നത്. നല്ല കാര്യമാണ്, അതിൽ അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി വിശ്വഗുരുവാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിന്റെയൊക്കെ പ്രയോജനം ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യം അവശേഷിക്കുക. ആ ചോദ്യങ്ങൾ ഇനിയും നാളെയും ഉന്നയിക്കുക തന്നെ ചെയ്യും. BJPയുടെ പരാജയപ്പെട്ട വിദേശകാര്യ നയം കാരണം ലോകത്ത് ഇന്ത്യ അപമാനിക്കപ്പെടുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഭീകര പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഭീകര സംഘടനകളുടെ സംരക്ഷകരായ പാകിസ്ഥാൻ ലോകമെങ്ങും വീരനായകനെ പോലെ ചുറ്റിക്കറങ്ങുകയാണ്. അവരെ ലോകത്തെ പല രാഷ്ട്രങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും സംഘടനകളും ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നു. അതേസമയം സിന്ദൂരത്തിന്റെ വ്യാപാരികൾ മൗനം പാലിക്കുന്നു. കോൺഗ്രസ് പറയുന്ന കാര്യങ്ങളാണ്, സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന വിഷയങ്ങളാണ്. ഇത് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ആണ് പറയുന്നതെന്നും ഇവർക്ക് രാജ്യസ്നേഹമില്ലെന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ നേതാവ് രാഹുൽ ഗാന്ധി ആണല്ലോ എന്ന് പരിഹസിച്ച് ഈ ചോദ്യങ്ങൾ അവഗണിക്കാനോ തള്ളിക്കളയാനോ സാധിക്കുന്നതല്ല. ഇത് രാജ്യത്തിന്റെ സുരക്ഷയെ, രാജ്യത്തിന്റെ അഭിമാനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹാപ്രസ്ഥാനമായ കോൺഗ്രസ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. സൈന്യം, സിന്ദൂരം തുടങ്ങിയ വൈകാരിക വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ഇതിൽ നിന്ന് വിഷയം മാറ്റിക്കൊണ്ടു പോകുന്നതും ശരിയല്ല. സിന്ദൂർ ഓപ്പറേഷന് ശേഷം ഇന്ത്യയുടെ ഭാഗം വിശദീകരിക്കുന്നതിന് സർവകക്ഷി പ്രാതിനിധ്യമുള്ള സംഘങ്ങൾ 7 എണ്ണം 32 രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി. ഏതാണ്ട് ആ സംഘങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ മടങ്ങി എത്തുകയാണ്. ഇവരുടെ ഈ സന്ദർശന പരിപാടികൾ കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത്? എത്ര രാജ്യങ്ങളില് പ്രധാനപ്പെട്ട നേതാക്കളെ, ഭരണാധിപന്മാരെ കാണാൻ ഈ സമിതിക്ക് സാധിച്ചു? അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ ഏർപ്പാട് ചെയ്യുന്നതിന് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിന് കഴിഞ്ഞു? ഇതേക്കുറിച്ചൊക്കെയുള്ള ഒരു ധവളപത്രം തന്നെ ഇറക്കേണ്ടതാണ്. അമേരിക്കയിൽ പോയ സംഘത്തിന്റെ തലവൻ ശശി തരൂറായിരുന്നു. നല്ല കാര്യവിവരവും അസൂയാവഹമായ ഭാഷാ സ്വാധീനവും ഉള്ളത് കൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളും ചെന്ന രാജ്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി വാചാരമായി സംസാരിച്ചു. പക്ഷേ കാര്യമായ ഒരു റെസ്പോൺസ് ഉണ്ടാകേണ്ടിയിരുന്നത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കൻ പ്രസിഡന്റാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഇടപെടലാണെന്ന്. വ്യാപാര കരാർ കാട്ടി അത്യാവശ്യം ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഈ 2 രാജ്യങ്ങളും വഴങ്ങിയത് എന്നാണ് ട്രംപ് പറയുന്നത്. വെറുതെ പറയുന്നതല്ല. അമേരിക്കൻ ഫെഡറൽ കോടതിയിലെ ഒരു കേസിൽ, ആ കേസിന്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടൊരു സത്യവാങ്മൂലവും നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫും അവിടുത്തെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ നേതാവ് ബിലാവൽ ഭൂട്ടോയും ഇതിന്റെ പേരിൽ ട്രംപിനെ പ്രശംസിച്ചിരിക്കുകയാണ്, നന്ദി പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുമായിട്ടുള്ള ഒരു സമഗ്ര ചർച്ചയ്ക്ക് വഴിയൊരുക്കണമെന്ന് ട്രംപിനോട് അവര് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ അമേരിക്കയുടെ യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്നാണ് ഇന്ത്യ ആവർത്തിച്ചു പറയുന്നത്. അമേരിക്കയുടെ ഇന്ത്യ വിരുദ്ധ നിലപാടിൽ നിന്ന് അവരെ മാറ്റുന്നതിന് നാം അയച്ച സംഘത്തിന് സാധിച്ചോ? അതിഥികൾ വരുമ്പോഴുള്ള ഉപചാര വാക്കുകൾക്കപ്പുറം എത്ര രാജ്യങ്ങളുടെ കലർപ്പറ്റ പിന്തുണ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു? ഇതൊക്കെ ചോദ്യങ്ങളാണ്. അതൊക്കെ ഉന്നയിക്കുമ്പോൾ രാജ്യദ്രോഹികളെന്ന് വിശേഷിപ്പിച്ചിട്ട് കാര്യമില്ല.